ആസ്വാദകരുടെ മനം കവരുന്നു. 4 വയസ്സിൽ ആദ്യമായി വയലിൻ കൈക്കലാക്കിയത് മുതൽ ഗംഗ അസാധാരണമായ കഴിവും പ്രകടനങ്ങളും കാഴ്ചവെച്ചിരുന്നു. കേരളത്തിലെ ഗുരുവായൂരിൽ ജനിച്ചു വളർന്ന ഗംഗയുടെ സംഗീത ലോകത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് അധ്യാപിക ശ്രീമതി രാധിക പരമേശ്വരൻ, ശ്രീ CS അനുരൂപ് എന്നിവരുടെ ശിക്ഷണത്തിലാണ്. വയലിനോടുള്ള അർപ്പണബോധവും അഭിനിവേശവും ഗംഗയെ ചെറുപ്പത്തിൽ തന്നെ നിരവധി നാഴികക്കല്ലുകൾ കൈവരിക്കാൻ പ്രേരിപ്പിച്ചു. മോളുടെ പ്രകടനങ്ങൾ സാങ്കേതിക കൃത്യതയ്ക്കും മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾക്കും ആസ്വാദകരുടെ പ്രശംസ നേടിക്കൊടുത്ത് ക്ലാസിക്കൽ സംഗീത രംഗത്തെ ശ്രദ്ധേയമായ ഒരു യുവ പ്രതിഭയായി വേറിട്ടു നിർത്തുന്നു. ഗുരുവായൂർ, വൈക്കം തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ചെമ്പൈ സംഗീതോത്സവം തുടങ്ങി കേരളത്തിലെ പ്രധാന വേദികളിലും പരിപാടി അവതരിപ്പിച്ചു. കൂടാതെ ഓസ്ട്രേലിയ, ബഹ്റൈൻ തുടങ്ങി നിരവധി വിദേശ രാജ്യങ്ങളിലും. മംഗലാപുരം, ഉടുപ്പി, നാഗർകോവിൽ, തഞ്ചാവൂർ, കുംഭകോണം, വീരാളിമല, ദേവക്കോട്ട, മൈസൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ് അടക്കം ഗംഗക്കുട്ടി ഇതുവരെ 200-ൽ പരം സ്റ്റേജുകളിൽ വയലിൻ നാദവിസ്മയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധി അവാർഡുകളും അനുമോദനങ്ങളും ഏറ്റുവാങ്ങി. തന്റെ ജൈത്രയാത്ര തുടരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെലോഷിപ്പുകളിൽ സംഗീതത്തിനുള്ള 2024-26 ഷൺമുഖാനന്ദ ഭാരതരത്ന ഡോക്ടർ MS സുബ്ബലക്ഷ്മി ഫെലോഷിപ്പിന് അർഹയായി. ഈ ഫെലോഷിപ്പ് ലഭിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തിയും വയലിനിലെ ഏക വ്യക്തിയും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് ഗംഗക്കുട്ടി. മുംബൈയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുല്ലാങ്കുഴൽ വിദഗ്ധൻ പത്മവിഭൂഷൺ ഹരിപ്രസാദ് ചൗരസിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. അച്ഛൻ ശശിധരൻ, അമ്മ കൃഷ്ണവേണി, സഹോദരൻ മഹേശ്വർ. ഗുരുവായൂർ ആണ് സ്വദേശി.